മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ യു പ്രതിഭയുടെ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് റിപ്പോർട്ടർ പ്രതിനിധിയോട് ക്ഷുഭിതനായി ജി സുധാകരൻ നിയുക്ത MLA. തേർഡ് റേറ്റ് ചോദ്യങ്ങൾ ചോദിക്കരുതെന്നായിരുന്നു പ്രതികരണം. സുധാകരന്റെ ഭാര്യയും അധിക്ഷേപ സ്വരത്താണ് സംസാരിച്ചത്. നമുക്ക് ആദ്യം അവർ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ചുമ്മാ ആവശ്യമില്ലാത്ത പേരൊക്കെ പറയാം. വെറുതെ നിങ്ങളുടെ മുതലെടുക്കാൻ പറയല്ലേ എന്തായിരിക്കും നിങ്ങളുടെ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. അത് നിങ്ങളുടെ കൈവച്ചാൽ മതി. നിങ്ങളുടെ അനാവശ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പറയണം. അവരൊന്നും വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? പറയണ്ടെന്ന് പറഞ്ഞ ശേഷം എന്നെ അത് പറയുകയാണ്. കണ്ടില്ലേ, നിങ്ങളെന്തോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ഇത് കൈ വെച്ചാൽ മതി. ഇതൊക്കെ കൈ വെച്ചാൽ മതി. അല്ല ഇതല്ലെങ്കിൽ സാധനം ഉള്ളതുകൊണ്ടേ അധികം വിളയണ്ട. മിണ്ടാതിരിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കുന്ന അത് ചോദിക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും ചോദിച്ചെന്തിനാ? റീല എന്തോന്ന് റീല്? ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുതെന്നാ പറഞ്ഞത്. മറുപടി പറയേണ്ടാത്ത കാര്യം വന്ന് ചോദിക്കുന്നത്. രാവിലെ ഇവിടെ വീട്ടിൽ മിണ്ടാ നിൽക്കുന്നേ. ചുമ്മാ നിൽക്കേ. ഇവരെ ആരാ പേടിക്കുന്നത്? ഇവരെ വീട്ടിൽ ഞാൻ പിടിച്ചിട്ട് വന്നതാണോ? അല്ലല്ലോ. വന്നിട്ട് അനാവശ്യങ്ങൾ ചോദിക്കുക. അത് ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെയും ചോദിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആരാണോട് ഡിസ്കസ് ചെയ്തിട്ട് വന്നിരിക്കുക. അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കാണാൻ കുറച്ച് അറിയത്തരം തോന്നുവാസം എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് ചോദിക്കാനെല്ലാം ചോദിക്കാനുള്ള ആളല്ല ഞാൻ. പിന്നെ നിങ്ങൾക്ക് ചോദിച്ചേ പറ്റൂ അല്ലേ? മനീഷ് മഹിപാൽ അധികം വേണ്ട കേട്ടോ. എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അന്നേരം മുതൽ. ആരുടെ സ്റ്റുഡന്റ് ആയിരുന്നാ? നന്നായിട്ട് നീ പഠിപ്പിച്ചില്ലേ? കോളേജിൽ പഠിച്ചതാ. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാൻ ചോദ്യമായി ചോദിച്ചത്. ഞാനത് തൊട്ടില്ല. തൊടാൻ പിന്നെ അത് ചോദിക്കുകയാണ്. അപ്പോൾ ആ വിവാദം ഉണ്ടാക്കാനാണ്. അതും ഒരിക്കലും നമ്മൾ പരാമർശിക്കാൻ പാടില്ലാത്ത ഒരാളെ പറ്റി. ഇന്നലെ DC-യിൽ നാസറിന്റെ പുറകെയായിരുന്നു. പോട്ടെ. അപ്പോ അല്ല, നിങ്ങളുടെ ജോലി ഇതല്ല. അന്തസ്സായ പത്രപ്രവർത്തനമാണ്. ഇതൊന്നും അല്ല ജോലി. ഇതൊക്കെ വെറും എന്തോ പറയുന്നത്. തേർഡ് റേറ്റും അല്ല. അതൊന്നും പറയുന്നത്. ഇതൊന്നും അല്ല പ്രവർത്തനം. ഇതാണ് നിങ്ങൾ ഇതാണ് നിങ്ങൾ. പിന്നെ ഇവിടെ എന്റെ വൈഫ് അല്ല എന്താ പിന്നെ എന്റെ വീടായി എന്റെ വീടാണിത്. തനിക്ക് വേണേ പോവാം. നിങ്ങൾക്ക് പോവാം. ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഇവിടെ നിൽക്കത്തില്ലേ? അവരങ്ങനെ സംസാരിക്കാറില്ലല്ലോ മുന്നിൽ നിന്ന്. തേർഡ് റേറ്റ് ആണ്. അതിനേക്കാൾ താഴെയാണ് ഞാനാ പറഞ്ഞത്. നിങ്ങൾ അനാവശ്യം ഇവിടെ കാര്യമായ ഒരു കാര്യം അവർ ചോദിച്ചോണ്ടിരിക്കും. അവിടെ ഒരാളിങ്ങനെ വന്നിട്ട് നേരത്തെ ആരോട് ഡിസ്കസ് ചെയ്തിട്ട് വരിക. ഇതൊക്കെ എനിക്കറിയാം. ഒന്നും വേണ്ട. മനീഷ് മഹിപാൽ തന്നെ ചെയ്യുകയാണ്. മനീഷ്, അതാണ് ചോദ്യം ചോദിക്കുമ്പോൾ ഇത്രയധികം പ്രകോപിതരാകാനും അധിക്ഷേപിക്കാനൊക്കെ എന്താണ് ജി സുധാകരനെ അത്രമേൽ പൊള്ളിച്ച ചോദ്യം? ഗീത, ജി സുധാകരന് ഇഷ്ടപ്പെടുന്ന ചോദ്യം ചോദിക്കാൻ നമുക്ക് എപ്പോഴും സാധിക്കില്ല. അപ്രിയമായ കാര്യങ്ങൾ ചിലപ്പോഴും ചോദിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അങ്ങനെ അദ്ദേഹത്തിന് അനിഷ്ടം തോന്നുന്ന ഒരു ചോദ്യമല്ല ചോദിച്ചത്. കഴിഞ്ഞ ദിവസം കായംകുളത്ത് വോട്ട് കുറഞ്ഞത് സംബന്ധിച്ച് യു പ്രതിഭ വലിയ പരാതി പാർട്ടിക്ക് മുന്നിലും പരസ്യമായി പ്രതികരിച്ചിരുന്നു. അത് സംബന്ധിച്ചാണ് ജി സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. വോട്ട് കുറഞ്ഞതിന് പിന്നിലെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ജി സുധാകരൻ പറഞ്ഞിരുന്നു. സ്വാഭാവികമായി തന്നെ ജില്ലയിലെ മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആ കാര്യം ചോദിച്ചത്. പക്ഷേ ചോദ്യം മുഴുവിപ്പിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. യു പ്രതിഭ എന്ന പേര് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പ്രകോപിതനായി. പിന്നീടും 2-3 ആവർത്തി ഞാൻ ചോദ്യമല്ല ചോദിച്ച, ആ ചോദ്യം മുഴുവിപ്പിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. പക്ഷേ അപ്പോഴും അദ്ദേഹം ക്ഷുഭിതനായ ശേഷം വ്യക്തിപരമായ ആക്രമണം നടത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ ജൂബിലി നവപ്രഭയാണ് തേർഡ് റേറ്റ് എന്ന രീതിയിൽ അധിക്ഷേപിച്ചത്. പിന്നീട് അദ്ദേഹവും അതേ ഭാഷയിൽ തന്നെ സംസാരിച്ചു. മറ്റൊരാളുടെ ആരെങ്കിലുമൊക്കെ അച്ചാരം വാങ്ങിക്കൊണ്ട് വന്ന് ചോദ്യം ചോദിക്കുകയാണെന്ന രീതിയിലാണ് അധിക്ഷേപം നടത്തിയത്. വിനീത, ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും സാർ. അതിന് ഉത്തരമുണ്ടെങ്കിൽ പറയുക, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതല്ലാതെ റിപ്പോർട്ടർമാരുടെ ചോദ്യത്തെ ഇത്തരത്തിൽ അധിക്ഷേപിക്കേണ്ടതില്ല എന്ന് മാത്രമാണ് പറയാൻ. ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം. നേരത്തെ മന്ത്രിയൊക്കെ ആയിരുന്നയാളാണ്. എന്നിട്ടാണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നത്. മനീഷ് മഹിപാൽ ആണ്